ഇസ്രായേലിന്റെ ആദ്യ രാജാവായ സാവൂള് ദൈവത്തിന്റെ വചനം തിരസ്കരിച്ചപ്പോൾ രാജ്യം അവനിൽ നിന്ന് എടുത്തു മാറ്റുകയും സാവൂള് രാജാവായിരിക്കെ തന്നെ മറ്റൊരുവനെ ദൈവം അഭിഷേകം ചെയ്യുകയും ചെയ്തു. എന്നാൽ സാവൂളാകട്ടെ തന്നിൽ നിന്ന് അഭിഷേകം ചോർന്നു പോയതോ മറ്റൊരുവനിലേക്ക് ദൈവം അഭിഷേകം ചൊരിഞ്ഞതോ തിരിച്ചറിഞ്ഞില്ല. പ്രിയ സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള കൃപ ചോർന്നു പോകുന്നത്? ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ ഒരു നിമിഷത്തെ അലസത, ആ ഒരു നിമിഷത്തെ അലസതയിലൂടെയാണ് കൃപ ചോർന്നു പോകാനായിട്ട് തുടങ്ങിയത്. ദൈവത്തിൽ നിന്ന് എൻ്റെ ശ്രദ്ധ മാറുമ്പോൾ, ദൈവിക കാര്യങ്ങളിൽ ഒരു നിമിഷത്തേക്കെങ്കിലും എന്നിൽ അനാസ്ഥ വരുമ്പോൾ എന്നിൽ നിന്ന് കൃപ ചോർന്നു പോകാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്, ഓട്ടുകണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക, എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരുമെന്ന്.